മല്ലിപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിമണം പോണ പോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വച്ചേക്കണം ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ തീരെ ചെറുതായി പോകണ്ട, ചെറുതായിട്ട് നമുക്ക് കടിക്കാനൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി ഇതിലേക്ക് ഒരല്പം നാരങ്ങ നീരും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അടയുടെ മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചെറു ചൂട് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം, ഒരുപാട് വെള്ളം കൂടി പോകരുത്. എന്നിട്ട് നമുക്ക് ആണിത് കഴിക്കാനായിട്ട്. അപ്പോൾ അട ഇഷ്ടമില്ലാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനൊരു ചിക്കൻ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും കഴിക്കും. അത്ര നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.